കേരള സ്റ്റോറി ശരിക്കത്തെ കേരള സ്റ്റോറി എന്നൊക്കെ പറയാം. ഇത് വിവാദമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? Very sensitive topic. ആ അത് കുറച്ച് ഈ കമ്മ്യൂണൽ പറ്റിയ നല്ല സൂപ്പർ പടം. അടുത്ത കാലത്ത് ഇതുപോലെ ഒരു സ്റ്റോറി ഇറങ്ങിയിട്ടില്ല. കാണേണ്ട പടം. ക്രിസ്മസ് അവർക്കുള്ളതാണ്. ക്രിസ്മസ് വീരയ്ക്കുള്ളതാണ്. വീര ആൻഡ് ഷൈനികം. ദ സൂപ്പർ ഹീറോ ഷൈനികം. അടിപൊളി. ക്രിസ്മസ് തൂക്കി ഓൾറെഡി. എല്ലാവരും കണ്ടിട്ട് പറയും നല്ല സൂപ്പർ പടം. ഓക്കെ. നല്ലായിരുന്നു. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത്? നല്ലായിരുന്നു. എല്ലാരും കൂടി പൊതിയല്ലേ. അല്ല നല്ലായിരുന്നു. നല്ല മൂവിയാണ്. എല്ലാരും ഇപ്പോഴെങ്കിലും കാലഘട്ടം മാറേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പൊ എല്ലാരും പോയിട്ട് അതൊന്ന് കാണാം. ആവശ്യമുണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം. എല്ലാരും കാണും. താങ്ക് യു. എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, നല്ല എല്ലാവരും കാണണം. ഈ കേരള സ്റ്റോറി ശരിക്കത്തെ കേരള സ്റ്റോറി എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ടൈപ്പ് സിനിമ. പെർഫോമൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല നല്ല ഡാൻസ് ഒക്കെ ഉണ്ട്. ഇത് വിവാദമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? വിവാദം ലൈക്ക് അതങ്ങനെ എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നിയത് ലൈക്ക് എല്ലാവർക്കും ലൈക്ക് മോശം വശം കാണിച്ചിട്ട് അതായത് ശരിക്കും എങ്ങനെയാണ് ലവ് എന്നും പിന്നെ ഈ ലവ് ജിഹാദ് ഇല്ലാന്നും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നത്. കൊള്ളാം. എന്തായാലും ക്രിസ്മസ് ഹിറ്റ് ആയിരിക്കും ഇത്. ക്രിസ്മസ് ഹിറ്റ് ആയിരിക്കും. എത്ര സ്റ്റാർ കൊടുക്കാം 5-ല്? ഒരു 4. എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി പടമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. മൂവി നല്ല മ്യൂസിക്കൽ ഓറിയൻറ്റഡ് ആണ്. സോങ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ല ഷൈനികൻ്റെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്കൊരു ലാഗ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഒരു ത്രൂ ഔട്ട് നമ്മളൊരു കണ്ടിന്യൂസ് ഒരു മൂവ് ഉണ്ട് പടത്തിന്. അടിപൊളി. അത് കുറച്ച് ഈ കമ്മ്യൂണൽ കുറച്ച് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ എന്നാലും അതൊക്കെ അവർ തരണം ചെയ്ത് ഫുൾ ഫൈനലി. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈക്ക് മൂവീസ് ഇറങ്ങണം. മൂവീസിന് അതിൻ്റേതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ നമ്മൾ എപ്പോഴും കൊടുക്കണം, ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഇപ്പോൾ കമ്മ്യൂണൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് റിലേറ്റഡ് ഒന്നും അതിനകത്ത് കൊണ്ടുവരാൻ പാടില്ല. എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്യുന്നതല്ലേ. ആസ് എ ഹ്യൂമൻ മനുഷ്യരെല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിൽക്കേണ്ട. അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്ന പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട് ചില ഇഷ്യൂസൊക്കെ ആയിട്ട്. അപ്പം നമുക്കെന്താ വെച്ചാൽ എല്ലാവരും സ്നേഹത്തോടെ പോകണം. അതുകൊണ്ട് ഇങ്ങനത്തെ മൂവീസും ഇറങ്ങണം, ഇതുപോലത്തെ മൂവീസും ഇറങ്ങണം. എല്ലാവരും നമ്മൾ വേണം പടത്തിനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവരിലേക്ക് എത്തിക്കാനും ഒക്കെ. സോ വി ആർ സോ ഹാപ്പി. You can just അവർക്ക് മലയാളം അറിയില്ല. She'll just review like how did you movie? The topic that the movie tries to address, it is about communal integration and harmony and tolerance, which is like really timely and great. So it's a very sensitive topic, and I really enjoyed the music. I think that was the BGM as well as the songs. The flow was really good. So yeah. അടിപൊളി മൂവിയാ, കണ്ടോളൂ. എന്താ എല്ലാവരും നന്നായിട്ടുണ്ട്, നന്നായി അഭിനയിച്ചിരിക്കും.